ഈ റീല് ബ്രൈഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല, ഗ്രൂമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ എംബ്ലോ ഓഫ് ലെഹറിന്റെ ഡ്രസ്സ് ഇട്ടതുകൊണ്ടാണ്. അങ്ങനെയല്ല. ശ്രേയയുടെ ട്രയല് ഉണ്ടായിരുന്ന ദിവസം നമ്മുടെ സ്റ്റോറി ഭയങ്കര തിരക്കുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. ശ്രേയ കയറി വന്നപ്പോൾ തന്നെ കാണുന്നത് ശ്രേയയുടെ ഒരു UK തന്നെയുള്ള ഒരു വേറൊരു ഫ്രണ്ട് രണ്ടാമത്തെ പ്രാവശ്യവും നമ്മൾ ഓൾട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ട്രയൽ ചെയ്യുന്നത് അങ്ങോട്ട് ശരിയാവുന്നില്ല. കണ്ടപ്പോൾ തന്നെ ശ്രേയക്ക് ചെറിയ ടെൻഷനായി. ട്രയൽ റൂമിൽ കയറി ഇട്ട് നോക്കിയപ്പോഴത്തേനും ടൈറ്റ് ആണ്. ഇറങ്ങി വന്നപ്പോഴത്തേനും ശ്രേയയുടെ ടെൻഷൻ പീക്കായി. കാരണം 2 ദിവസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഊത്ത് കല്യാണത്തിന്. കണ്ടു നിൽക്കുന്ന ഏതൊരു ഗ്രൂം ആയാലും ആ ഇറിറ്റേഷൻ പറയോ അല്ലെങ്കിൽ മുഖത്ത് കാണിക്കെങ്കിലും ചെയ്യും. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു ഈ ഗ്രൂം. ആള് അത് ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നതും ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ ടെൻഷനെ മാറ്റുന്നതും ഞാൻ എല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ട്രയലോട് കൂടി ഡ്രസ്സ് പെർഫെക്റ്റ് ഫിറ്റ്. ബ്രൈഡ് ഹാപ്പി, ഗ്രൂം ഡബിൾ ഹാപ്പി. കുറച്ച് ടാസൽസും ഒരു ദുപ്പട്ടയൊക്കെ കൊടുത്താൽ സ്കെച്ചിൽ ഇല്ലാത്തതാണ്, എന്നാൽ അതും കൂടെ കൊടുത്താൽ കുറച്ചും കൂടെ മനോഹരമാക്കാമെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിനുവേണ്ടി കയറിയപ്പോഴേക്കും കുറച്ച് സമയമായി. അപ്പോഴേക്കും രണ്ടുപേരുടെയും പേരൻസിന് ആകെ ഇറിറ്റേറ്റഡ് ആയി. രാവിലെ വന്നതാണ്, മന്ത്രകൂടി എടുക്കാൻ വന്നതാണ്, ഇത്രയും നേരമായിട്ട് വീട്ടിൽ പോകാറായില്ലേ. അതും സ്വന്തമായി തന്നെ ആ കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ നിഷ്കളങ്കനായി മേളിലേക്ക് ഓരോ പ്രാവശ്യവും വഴക്ക് പറയുമ്പോഴത്തേനെ കയറി ചേട്ടാ കഴിയാറായിരുന്നു, അതൊക്കെ ചെയ്താൽ മതി, പക്ഷേ ഇച്ചിരി സ്പീഡിൽ ചെയ്തേക്കാവോ എന്ന് പറഞ്ഞ നിഷ്കളങ്കനായി ചിരിക്കുന്ന ഈ ഗ്രൂമിനെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമുക്കും ഇങ്ങനെ ടെൻഷനും പ്രഷറും ഒക്കെ വരുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആയി ബാക്കിയുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ആരെ കൊണ്ടും പറ്റും. പക്ഷേ ഇതുപോലെ ചിരിച്ചുകൊണ്ട് അതിനെ ഫേസ് ചെയ്യാനും ബാക്കിയുള്ളവരുടെ ടെൻഷൻ കുറച്ചും കൂടെ കുറയ്ക്കാനും ഒക്കെ നോക്കാൻ പറ്റുന്നത് അത് ഇച്ചിരി പാട് തന്നെയാണ്. ശ്രേയ, യു ആർ റിയലി ലക്കി ടു ഹാവ് യു.